എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 235-ാമത്തെയാണ്. ബുക്ക് റിവ്യൂ സംബന്ധിച്ചവർ 25-ാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഘടകം ആണ് നമ്മൾ ഇതിനകത്ത് നോക്കാൻ പോകുന്നത്. അതെന്തുവാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടത് സദ്ഗുരുവും വിജിയും കൊച്ചും കൂടെ സ്വാമി നിർമ്മലാനന്ദയെ കണ്ടതും ഈ മഹാസമാധിയെക്കുറിച്ച് ചർച്ച ചെയ്തതും അപ്പം തന്നെ വിജിക്ക് മഹാസമാധിയിലോട്ട് പോകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതും ഒക്കെ ആയിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോയിൽ കുറച്ചും കൂടെ നമ്മൾ അതിനെ വിശദമായിട്ട് കാണാൻ പോകുന്നത്. അതായത് വിജി ഇങ്ങനെ പറയുന്നു, എനിക്ക് മഹാസമാധി കിട്ടണം, എനിക്കും അങ്ങനെ മരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. സദ്ഗുരു ഇതൊന്നും വലുതായിട്ട് എടുത്തില്ല. സദ്ഗുരുവിനെ സംബന്ധിച്ചവരെ വിജിക്ക് എന്തോ അറിയാം, വലിയ സാധനയൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അവളൊരു കൊച്ചു പെണ്ണിൻ്റെ കൂട്ട് കളിച്ച് ചിരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും വലിയൊരു സീരിയസ് ടൈപ്പല്ല. അവൾക്ക് എവിടുന്ന മഹാസമാധി, ഇപ്പോഴൊന്നും അതൊന്നും ഇല്ല ഇവിടെ എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ. ചിലപ്പം സ്വന്തം ഭാര്യയെ പറഞ്ഞുകൊണ്ടായിരിക്കാം അതിനകത്ത് ഒരു വലിയ സീരിയസ്നെസ് തോന്നാത്തത്. നമ്മളങ്ങ് തള്ളിക്കളയും. പക്ഷേ അത് വിജിയുടെ മനസ്സിൽ എത്ര ദൂരം അതിൻ്റെ ഒരു ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സദ്ഗുരുവിന് തന്നെ ആദ്യമൊക്കെ മനസ്സിലായില്ല. പിന്നൊക്കെയാണ് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അതായത് സദ്ഗുരു കേൾക്കുന്നു, ഇവർ മഹാസമാധി കിട്ടണം, ഞാൻ അങ്ങനെ മരിക്കണം, ഇപ്പം തന്നെ അങ്ങനെ ചെയ്യണം, എനിക്ക് അതിനുള്ള സഹായം ചെയ്യണം നിങ്ങൾ. അങ്ങനെയാണല്ലോ കാറിൽ നിന്ന് ഇറങ്ങി നിന്നപ്പം കാലിൽ വീണത്. അപ്പം സദ്ഗുരു വളരെ സീരിയസ് ആയിട്ട് അതിനെ എടുത്തില്ലെങ്കിലും ഒരു തോന്നൽ വരാതല്ല, ഒരു ഞെട്ടൽ സദ്ഗുരുവിന് തോന്നി. എന്തുവാ, ഇപ്പോഴാണ് ധ്യാനലിംഗം ചെയ്യാനായിട്ട് കുറേ ഫിൽട്ടർ ഔട്ട് ചെയ്ത് എല്ലാവരെയും മാറ്റി ഇവർ രണ്ടുപേരെയും ഭാരതിയും വിജയും വെച്ച് മാത്രമെങ്കിലും എങ്ങനെയെങ്കിലും നമുക്കത് ചെയ്ത് തീർക്കണമെന്നുള്ള ഒരു പിടിവാശിയിലിരിക്കുമ്പം ഇതെന്തുവാ, ഈ കിണർ വെട്ടുമ്പോൾ ഒരു ഭൂതം വന്ന പോലെ ഇപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും സാധനകൾ പറഞ്ഞു കൊടുത്ത് ലോങ് ഡ്യൂറേഷൻ ഓഫ് സാധനകളും സമാധിയിലോട്ട് പോകുന്നതും ധ്യാനവും വേറെ പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് അവരുടെ രണ്ടുപേരുടെയും എനർജിയെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിലാകുമ്പം പെട്ടെന്ന് വിജി ഇപ്പം എനിക്ക് മരിക്കണം, ഇപ്പം എനിക്ക് മഹാസമാധിയിലോട്ട് പോകണം എന്നൊക്കെ പറയുമ്പം എന്തുവാ ഇത് ഒട്ടും ശരിയായിട്ടുള്ള സമയത്തല്ലല്ലോ വിജിയുടെ ഈ ആഗ്രഹം ഉന്നയിക്കുന്നത് എന്ന് ഒരു ആദി കയറി സദ്ഗുരുവിൻ്റെ മനസ്സിൽ. അത് ആർക്കും കാണും. അങ്ങനെ അപ്പം ഇത് മഹാസമാധിക്ക് ആഗ്രഹിക്കാനുള്ള സമയമേ അല്ല എന്ന്. പക്ഷേ അതുമാത്രമല്ല, സദ്ഗുരു ഇവക്കെന്തുവാ സാധനം എന്ന് വെച്ചാൽ എന്തുവാന്നൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഏതോ കുറച്ച് ചെയ്യുന്നത്. ഇവക്കൊക്കെ ഈ സമാധിയൊക്കെ ആകണമെങ്കിൽ എത്ര വർഷം പിടിക്കും എന്ന് ലൈറ്റായിട്ട് എടുത്തു. പക്ഷേ എനിക്ക് മഹാസമാധി അടയണം, മഹാസമാധി കിട്ടണമെന്ന് വിജി മനസ്സിൽ ഉറച്ച് ഒരാഗ്രഹം പ്രകടിപ്പിച്ചോ അന്ന് തൊട്ട് അവരുടെ ദേഹത്തും അവരുടെ മനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ, മുഖത്തൊക്കെ ഒരു മാറ്റം, മുഖത്തൊരു തനി ചൈതന്യം. അപ്പം സദ്ഗുരു ആണെങ്കിൽ ധ്യാനലിംഗം എന്ന് അതിൻ്റെ പുറയിൽ അതിൻ്റെ ഒരു കാര്യത്തിലാണ് ഇൻവോൾവാണ്. അപ്പം ഈ വിജിയുടെ മുഖത്തുള്ള ഒരു തേജസ് കൂടി വരുന്നു, ചൈതന്യം കൂടി വരുന്നു. അവർ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നു, വളരെ സീരിയസ് ആണ്, ഇൻറ്റൻസീവാണ് ഒക്കെ ഉണ്ടെങ്കിലും സദ്ഗുരു അതിനെ സീരിയസ് ആയിട്ടേ എടുത്തില്ല. കുറച്ച് ലൈറ്റായിട്ട് എടുത്തു. പിന്നെ സദ്ഗുരുവിന് തോന്നി, ഇപ്പോൾ ആസ് എ ഹസ്ബൻഡ്, ഭർത്താവ് എന്നുള്ള നിലയ്ക്ക്
അവൾക്ക് ഇപ്പോഴെങ്ങും സമാധി കിട്ടണ്ട എന്നുള്ളതാണ് സദ്ഗുരുവിൻ്റെ ആഗ്രഹം. അതേസമയത്ത് ഒരു ഗുരു എന്നുള്ള നിലയ്ക്ക് വിജി കാലി വീണ് എനിക്കും മഹാസമാധി കിട്ടണം, എനിക്കതിനെ നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക്, ഒരു ഗുരു എന്നുള്ള സ്ഥിതിക്ക് അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ പറ്റത്തില്ല. ശരിക്കും ഒരു ഗുരുവാണെങ്കിൽ ആര് വന്ന് കാലി വീണാലും ആ ശിഷ്യന് മഹാസമാധി ആഗ്രഹിക്കുന്നെങ്കിൽ അത് കിട്ടാനുള്ള സകല ഏർപ്പാടുകളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ഒരു ഗുരുവിൻ്റെ കടമയാണ്. അപ്പം സദ്ഗുരുവിനൊരു വലിയ മനപ്രയാസം. എന്നിട്ടും അപ്പോൾ സദ്ഗുരുവിനെ സംബന്ധിച്ചവരെ എന്തുവാണോ, ഇത് ഭാരതി പറഞ്ഞിരുന്നെങ്കിൽ സദ്ഗുരു കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്തേനെ. എന്താ വെച്ചാൽ അവർ കുറച്ചും കൂടെ ഫോക്കസ്ഡാണ്. വിജി എപ്പോഴും ഈ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു ടൈപ്പാണ്. ആരെങ്കിലും കരഞ്ഞാൽ കൂടെ കരയും, ആരെങ്കിലും ചിരിച്ചാൽ കൂടെ ചിരിക്കും. അങ്ങനെ ഒരു 6 വയസ്സ് പെണ്ണിൻ്റെ മെച്യൂരിറ്റിയാണ് വിജിക്ക് ഉള്ളത്. അതുകൊണ്ട് വിജി പറഞ്ഞപ്പം സദ്ഗുരുവിന് യാതൊരു സീരിയസ്നെസ്സും വന്നില്ല. പക്ഷേ 1-2 സിമ്പിൾ സാധനങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർക്കുണ്ടല്ലോ വിജിക്ക് ഞാൻ ഇനിയൊരു 8 മാസത്തിൽ മഹാസമാധി ആകും എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നു, ഒരു ആഗ്രഹം. അപ്പം സദ്ഗുരു പലതും പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കൂ, ഒരു 10-12 വർഷം നമ്മളും കല്യാണം കഴിഞ്ഞ് 10-12 വർഷം കൊണ്ട് ഒരു വീടില്ല, ഒരു കൂടില്ല, ഒരു വരുമാനമില്ല, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാണ് നമ്മളും എങ്ങനെയൊക്കെയോ ജീവിച്ചത്. ഇപ്പം ദൈവം സഹായിച്ച് നമുക്കൊരു ആശ്രമമുണ്ട്. ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സദ്ഗുരുവിൻ്റെ വീട്. അപ്പം നമുക്കിന്നൊരു വീട് വെച്ചു. അപ്പം നിനക്ക് അതിനകത്ത് നിൻ്റെ ഇഷ്ടത്തിന് ആ വീട്ടിനെ അലങ്കരിക്കാം, നിനക്ക് കുക്ക് ചെയ്യാം, നല്ല ഒരു വീട്ടമ്മയായിട്ടിരിക്കാം. എന്താ വെച്ചാൽ ജോലിയും വിട്ടേച്ച് വന്നു, ആവശ്യമുള്ളപ്പം പ്രാക്ടീസ് ചെയ്യാം, ആശ്രമത്തിൽ പോയി ബാക്കി സമയം ഇവിടെ ഇരിക്കാം. നമ്മൾ ഒന്നും ലൈഫിൽ എൻജോയ് ചെയ്തിട്ടേ ഇല്ല മറ്റവരുടെ കൂട്ട്. അപ്പം നമുക്ക് ഇപ്പോഴാണ് ഒരു വീട് കിട്ടിയത്, ഒരു കൊച്ചുണ്ട്. അപ്പോൾ കുറച്ച് നാളും കൂടെ നമുക്ക് ജീവിക്കാം, നല്ല സന്തോഷമായിട്ട് ജീവിക്കാം. ജീവിച്ച് പിന്നീട് നീ പൊയ്ക്കോ, അതിന് ഞാൻ തടസ്സം പറയുന്നില്ല. 10-12 വർഷം കല്യാണം കഴിഞ്ഞു, എന്നിട്ടും നമുക്ക് ഒരു വീട് ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. എന്നുവെച്ചാൽ സദ്ഗുരുവിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും പ്രോപ്പർട്ടിയിൽ സദ്ഗുരുവിന് ഒരു ഭാഗം തന്നു, അമ്മയച്ഛനും. ഇദ്ദേഹം വാങ്ങിച്ചില്ല. അതെല്ലാം കൂടെ അപ്പോഴൊക്കെ വിജിക്ക് വളരെ പ്രയാസമായിരുന്നു. പ്രയാസം എന്ന് വെച്ചാൽ യാതൊരു രീതിയിലും നമുക്ക് ഹസ്ബൻഡിന് ഒരു ഫൈനാൻഷ്യൽ ഇൻകം ഇല്ല, ഒരു നിരന്തര വരുമാനമില്ല, കെട്ടിയ പ്രോപ്പർട്ടിയും വേണ്ടാന്ന് പറഞ്ഞു സദ്ഗുരു, ജോലിയും വിട്ടേച്ച് വന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പല മനപ്രയാസങ്ങളിൽ കൂടാണ് ഇവർ ജീവിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഒരുവിധം നേരെ ചൊവ്വേ സെറ്റിലാകാൻ തുടങ്ങുന്നത്. അപ്പം മഹാസമാധി വേണമെന്ന് പറഞ്ഞാൽ 2 കാര്യം കിടപ്പുണ്ട്. നമ്മളിനി മുഴുവനെ ജീവിതം ജീവിച്ച് തീർന്നില്ല. അതുമാത്രമല്ല ധ്യാനലിംഗത്തിൻ്റെ അവിടെ കിടപ്പുണ്ട്, അതൊക്കെ ആര് ചെയ്യും എന്നൊക്കെയായിരുന്നു സദ്ഗുരുവിൻ്റെ വേവലാതി. അപ്പം വിജി പറഞ്ഞു, നോ ഐ ആം വെരി സീരിയസ്, യു മസ്റ്റ് ഹെൽപ്പ് മീ. ഞാൻ വളരെ സീരിയസ് ആണ്, ഞാൻ കളിക്ക് പറയുവല്ല, ഞാൻ വളരെ സീരിയസ് ആണ്. അപ്പം അവർക്ക് വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ സദ്ഗുരു ചോദിച്ചു, ശരി നീ അത്ര സീരിയസ് ആണെങ്കിലേ എന്നാൽ 1-2 സാധനങ്ങളൊക്കെ പറഞ്ഞു തരാം, നീ ചെയ്യുമോ? കഠിനമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നാൽ നീ ചെയ്യുമോ? ഞാൻ എല്ലാത്തിനും റെഡിയാണ്, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. എന്താ വെച്ചാൽ ഞാൻ ഇതിൽ വളരെ സീരിയസ് ആണ്. നീ വിചാരിക്കുന്ന പോലെയല്ല, 24 മണിക്കൂറും സാധനയിൽ മുങ്ങിയിരിക്കണം, വലിയ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നീ ആലോചിച്ച് പറ എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ സീരിയസ് ആണ്, തിരിച്ചും എന്നൊക്കെ പറഞ്ഞു. അപ്പം സദ്ഗുരുവിന് 2 മനസ്സ്. 1-2 സിമ്പിൾ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പക്ഷേ അതിനെ കയറി അങ്ങ് പിടിച്ചു.
വളരെ സീരിയസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പം വിജി പറഞ്ഞത്, നമ്മൾ കഷ്ടപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു, വീടും കൂടും ഇല്ലാതെ വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ ഇത്രയും നാൾ ജീവിച്ചത്. പക്ഷേ നമ്മൾ സന്തോഷമായിട്ട് തന്നെ ജീവിച്ചു. എനിക്കിപ്പം എൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലും പുറത്തും എനിക്ക് സന്തോഷമുണ്ട്, തൃപ്തിയുണ്ട്. ഇതേ തൃപ്തിയിൽ എനിക്കിപ്പം പോകണം എന്ന് ഒറ്റക്കാലിൽ ഒരു പിടിവാശി, എനിക്കിപ്പം പോകണം. അപ്പം അങ്ങനെ പറഞ്ഞപ്പം എന്ത് ചെയ്യാനാ, ഇങ്ങനെ ഭാര്യ വന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ്. ഇവർക്കാണെങ്കിൽ ഈ ധ്യാനലിംഗത്തിന് വേണ്ടി കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിൽ ഭാരതിയുടെയും വിജിയുടെയും എനർജി ലെവൽ നല്ല ഹൈ ആയി. അടിക്കടി അവർ സമാധിയിലോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ സമാധിയിലിരിക്കുന്ന ആളുകളുടെ എനർജിയാണ് ധ്യാനലിംഗം ഉണ്ടാക്കാൻ വേണ്ടിയത്. അപ്പോൾ അവർ രണ്ടുപേരും സമാധിയിൽ പോകുന്നത് നല്ലതാണ്. പക്ഷേ സമാധിയിൽ പോകുമ്പം നമ്മൾ വിചാരിച്ച മാതിരിയൊന്നുമല്ല. സമാധിയിൽ പോകെ ഒരു നൂല് കൊണ്ടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കും ആ ആത്മായ്ക്കും ആ ജീവനും ബോഡിക്കും. വെറും ഒരു നൂല്, ഈ പട്ടം വിടുന്നതിൻ്റെ കൂട്ടുള്ള നൂല്. ആ നൂലെങ്കിലും സ്ട്രോങ് ആണ്. ഈ നൂലിന് ഒരു സ്ട്രെങ്ത് ഇല്ല. ഏതെങ്കിലും ഒരു ചെറിയ കട്ടായാൽ മതി, ജീവനങ്ങ് ദേഹത്തിനെ വിട്ടിട്ട് പോകും. അത്രയ്ക്ക് സെൻസിറ്റീവായിട്ടുള്ളതാണ്. അതിൻ്റെ പേരാണ് നിർവികൽപ്പ സമാധി. ഒരു വികല്പവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനത്തെ ഒരു നിർവികൽപ്പ സമാധിയിലാണ് ഇവർ രണ്ടുപേരും. സദ്ഗുരുവാണ് ഇതിനൊക്കെ ഇൻഡക്റ്റ് ചെയ്തതും കാരണകാര്യകർത്താവും. എന്നാലും ഇപ്പം വിജി ഞാൻ ഇനി ഒരു 6 മാസത്തിൽ മഹാസമാധി ആവുമെന്ന് പറഞ്ഞാൽ എന്തുവാ എന്നുള്ള ഒരു പ്രയാസം. അപ്പം ഈ സമാധിയിലോട്ട് പോകുന്നവരൊക്കെ അവർക്ക് കഴിക്കണം, ശകലം കഴിക്കണം, മലമൂത്ര വിസർജനം കാണും. കഴിക്കുമ്പോൾ മലമൂത്ര വിസർജനം കാണും. പക്ഷേ അതൊക്കെ മിനിമം ആയിരിക്കും. അതുമാത്രമല്ല, അവരെ പ്രൊട്ടക്റ്റഡായിട്ട് വെച്ചേക്കണം. പ്രൊട്ടക്റ്റഡ് എന്ന് വെച്ചാൽ അവർക്ക് വലിയ ഒരു ഷോക്ക് ഒന്നും പാടില്ല. എന്നുവെച്ചാൽ ഈ ഷോക്കൊക്കെ വന്ന ആ ഷോക്ക് മതി ഈ ജീവൻ ദേഹത്തിനെ വിട്ടേച്ച് പോകാൻ കാത്തിരിക്കുക. ഏത് സെക്കൻഡും ഇങ്ങനെ പോകാൻ കാത്തിരിക്കുന്നതാണ് ഈ നിർവികൽപ്പ സമാധിയിലുള്ള സ്റ്റേറ്റ്. അപ്പോൾ അവരെയൊക്കെ നമ്മൾ വളരെ അതിനാ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഗുരുവിൻ്റെ കണ്ണോട്ടത്തിൽ, ഒരു ഗുരുവിൻ്റെ നിയന്ത്രണത്തിൽ വേണം ചെയ്യാൻ. എന്നുവെച്ചാൽ ഏത് സമയത്ത് എന്ത് സംഭവിക്കും, അങ്ങനെ ഉള്ളത്. അപ്പോൾ ഇതൊരു വലിയ റിസ്ക്കുള്ള കാര്യങ്ങളാണ്. അപ്പം ഒക്ടോബറിൽ 1996 ഒക്ടോബറിൽ ജനുവരിക്കുള്ള പ്ലാൻ ഇടുന്നു സദ്ഗുരു. 2-3 മാസത്തിന് മുമ്പെങ്കിലും പ്ലാൻ ഇടണമല്ലോ. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ധ്യാനലിംഗത്തിൻ്റെ ഔട്ടർ ഇതൊക്കെ ചെയ്തു വന്നു. വെളിയിൽ നിന്ന് ചിലതൊക്കെ ഓർഡർ കൊടുത്തിരുന്നു, അതൊക്കെ ചെയ്ത് റെഡിയായി. അപ്പോൾ അത് ഒരു ഭാഗത്ത് വളരെ മുമ്മരമായിട്ട് തീവ്രമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ വിജിയുടെ മഹാസമാധിയുടെ ആഗ്രഹം. അപ്പം രാജ കൂടെ നിൽക്കുന്ന ഒരു വോളണ്ടിയറാണ്. രാജയെ വിളിച്ച് പറഞ്ഞു, രാജ, ജനുവരിയിൽ ഇടുന്ന പ്രോഗ്രാം ഇപ്പം വേണ്ട, അത് ഫെബ്രുവരിയിലോട്ട് മാറ്റിവേ. ജനുവരിയിലെ ഏതോ ഒരു തടസ്സം എനിക്ക് മനസ്സിലാകുന്നുണ്ട്, ഫെബ്രുവരിയിലോട്ട് മാറ്റിവേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഒരു രണ്ടും കെട്ട പരുവം. എന്ത് ചെയ്യണം, അതായത് ഗുരു എന്ന് പറഞ്ഞ് ശരി നിനക്ക് സമാധിക്കുള്ള എല്ലാ സഹായം ചെയ്യാൻ നീ പൊയ്ക്കോ ഒന്ന് പറയണമെന്നുണ്ട്. അതേ സമയത്ത് ഹസ്ബൻഡ് എന്നുള്ള നിലയിൽ കൊച്ചു വളർന്നു വരുന്നു, പഠിക്കുന്നു. ഞാൻ പോയാലും, ഞാൻ 42, സദ്ഗുരു വിചാരിച്ചത് ഞാൻ 42 വയസ്സിൽ പോയാലും ഒരു കൊച്ചുണ്ടെങ്കിൽ അവൾക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ആയേനെ എന്ന് വിചാരിച്ചാണ് കൊച്ചിന് പോലും റെഡിയായത്. അങ്ങനെയാണ് ഒരു കൊച്ചിനെ പെറ്റത് അവർ. ഇപ്പം ഇങ്ങനെ ആയല്ലോ, എല്ലാം തകടം മറിയുന്ന രീതിയിലായല്ലോ എന്നുള്ള ഭയങ്കര ഒരു പ്രയാസത്തിലായിരുന്നു സദ്ഗുരു. വിജിക്ക് അതിലൊന്നും ഒരു മൈൻഡില്ല.
മനസ്സിൽ തീരുമാനിച്ചു, അതിനോട്ട് മുന്നോട്ട് പോകുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഇനി വരുന്ന കാര്യങ്ങളൊക്കെ കുറേ കൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. നന്ദി, നമസ്കാരം.